എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 37, 38, 39, 40 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുവനാശ്വന്റെ പുത്രനായിട്ടുള്ള മാന്ധാതാവിന്റെ മഹാത്മ്യത്തെ പറ്റി പറയാണ്. മാന്ധാതാവ് ജംബുവാദി ദ്വീപുകളായ 7 ദ്വീപുകളടങ്ങിയ ഭൂമിയെ ഏകനായിട്ട് വളരെ വേണ്ട പോലെ തന്നെ പരിപാലിച്ചു എന്ന് പറഞ്ഞല്ലോ നേരത്തെ. എന്നിട്ട് പിന്നെ ഇതാ പറയാണ്, സൂര്യന്റെ ഉദയാസ്തമയങ്ങള് ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവനും ആ മാന്ധാതാവിന്റെ പരിപാലനത്തിൽ അടങ്ങിയിരിക്കുന്നു. അത്രയും വിശാലമായ 7 ദ്വീപുകളടങ്ങിയ ഈ ഭൂമി മുഴുവനും മാന്ധാതാവിന്റെ ആയിരുന്നു എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തില്. ശ്ലോകം 37. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാവൽ സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തൽ യൗവനാശ്വസ്യ മാന്ധാതു ക്ഷേത്രം ഉച്യത്തെ. സൂര്യൻ യാവത് ഉദേതി എവിടെ ഉദിക്കുന്നുവോ, യാവത് പ്രതിഷ്ഠതി ച എവിടെ അസ്തമിക്കുന്നുവോ, തത് സർവം അത് മുഴുവനും, യൗവനാശ്വസ്യ മാന്ധാതു യുവനാശ്വപുത്രനായ മാന്ധാതാവിന്റെ ക്ഷേത്രം ഉച്ചതേ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. സൂര്യന്റെ ഉദയാസ്തമങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലം എവിടെ എല്ലാം ഉണ്ടോ ആ സ്ഥലങ്ങൾ മുഴുവനും ഈ മാന്ധാതാവിന്റെ രാജ്യമായിരുന്നു. മാന്ധാതാവിന്റെ പരിപാലനത്തില് അടങ്ങിയിരിക്കുന്ന സ്ഥലം എന്താ ഈ ഭൂമി മുഴുവനും അല്ലെ, അതാണ്. അത്രയും സ്ഥലം മുഴുവൻ അദ്ദേഹം ഏകനായിട്ട് ഭരിച്ചു പോന്നു. ശശബിന്ദോർദുഹിതരി ബിന്ദുമത്യാം അഥാം നൃപ പുരുകുൽസമംബരീഷം മുജുകുന്ദം ജയോഗിനം തേഷാം സ്വസാര പഞ്ചാശൽ സൗഭരിം വവ്രിരേപതിം. നൃപ രാജാവ് ശശബിന്ദോ ദുഹിതരി ശശബിന്ദുവിന്റെ പുത്രിയായ ബിന്ദുമത്യാം ബിന്ദുമതിയിൽ പുരുകുൽസനെയും അംബരീഷനെയും യോഗിനം മുജുകുന്ദം യോഗിയായ മുജുകുന്ദനെയും അഥാത് ഉത്ഭവിപ്പിച്ചു. തേഷാം അവരുടെ പഞ്ചാശൽ സ്വസാര 50 സഹോദരിമാർ സൗഭരിയെ പതിം വവ്രിരെ ഭർത്താവായി വരിച്ചു. ശശബിന്ദുവിന്റെ പുത്രിയായ ബിന്ദുമതി എന്നു പേരായ ഭാര്യയിൽ മാന്ധാതാവിന് 3 പുത്രന്മാരുണ്ടായി. പുരുകുൽസൻ, അംബരീഷൻ, മുജുകുന്ദൻ എന്നാണ് അവരുടെ പേര്. അവരിലെ മുജുകുന്ദൻ ഭക്തിയോഗിയാകുന്നു. മുജുകുന്ദന്റെ ഭക്തിയെ പറ്റിയിട്ട് പറയണ്ടല്ലോ ഭാഗവതത്തില് വിസ്തരിച്ച് അല്ലെ. ഇവർക്ക് 50 സഹോദരിമാരുണ്ടായിരുന്നു. ഈ മാന്ധാതാവിന് 50 പുത്രിമാര്. അവരെല്ലാവരും സൗഭരി മഹർഷിയെ ഭർത്താവായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സൗഭരിയുടെ കഥ പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. യമുനാന്തർജലേ മഗ്ന തപ്യമാന പരന്തപ നിർവൃതിം മീനരാജസ്യ വീക്ഷ്യ മൈഥുനധർമ്മിണ. യമുനാന്തർജലേ യമുനയുടെ ജലമധ്യത്തിൽ മഗ്ന മുങ്ങിയവനായിട്ട് പരം തപ ഉത്കൃഷ്ടമായ തപസ്സിനെ തപ്യമാന ആചരിക്കുന്നവനായിരുന്നു മൈഥുനധർമ്മത്തോടു കൂടിയ മീനരാജസ്യ മത്സ്യാധിപന്റെ നിർവൃതിം വീക്ഷ്യ സുഖത്തെ കണ്ടിട്ട്. അപ്പൊ സൗഭരിയുടെ കഥ വിസ്തരിച്ചു പറയാണ്. ഈ സൗഭരി മഹർഷി വളരെ വിരക്തനായിരുന്നു. അപ്പൊ ലോകത്തില് ഇരിക്കുമ്പോ വിഷയാസക്തി വന്നു ചേരും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം, യോഗസിദ്ധിയുള്ള ആളാണ് അദ്ദേഹം, ആ സൗഭരി മഹർഷി യമുന അന്തർജലത്തില് അങ്ങനെ മുങ്ങിക്കിടന്നാണ് തപസ് ചെയ്തത് ഭഗവാനെ. അതികഠിനമായ തപസ്സാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ യോഗസിദ്ധി നിമിത്തം ആ ജലത്തിന്റെ അടിയിൽ കിടക്കലും ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കുന്നതിന് അദ്ദേഹത്തിന് പറ്റിയിരുന്നു. ഈ മത്സ്യങ്ങളൊക്കെ ജലത്തിന്റെ അടിയിൽ ജീവിക്കണ്ടല്ലോ, അതുപോലെ സാധാരണ മനുഷ്യർക്ക് വെള്ളത്തിന്റെ അടിയിൽ പോയാൽ ശ്വാസം മുട്ടില്ലേ. അദ്ദേഹത്തിന്റെ യോഗസിദ്ധി കൊണ്ട് അദ്ദേഹത്തിന് അവിടെയും ശ്വാസം ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ
അവിടെ ഒരു മത്സ്യാധിപനും അദ്ദേഹത്തിന്റെ സംഘവും ഭാര്യയും കുട്ടികളും ഒക്കെ കൂടി ഇങ്ങനെ വസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നടുക്കാണ് ഇദ്ദേഹം തപസ്സിരുന്നിരുന്നത്. ആ മത്സ്യരാജാവ് വിഷയസുഖം അനുഭവിച്ച് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഈ താപസനായിട്ടുള്ള സൗഭരി കണ്ടു. ജാതസ്പൃഹോ നൃപം വിപ്ര കന്യാം ഏകാം അയാചത സോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാം സ്വയംവരേ. ജാതസ്പൃഹ അതിൽ ജനിച്ച താല്പര്യത്തോടു കൂടിയ വിപ്ര ബ്രാഹ്മണൻ നൃപം രാജാവിനോട് ഏകാം കന്യാം ഒരു കന്യകയെ അയാചത യാചിച്ചു. ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ സ്വയംവരേ സ്വയംവരത്തിൽ കന്യാം കന്യകയെ കാമം ഗൃഹ്യതാം യഥേച്ഛം ഗ്രഹിച്ചുകൊള്ളുക എന്ന് സ അവി ആഹ അദ്ദേഹവും പറഞ്ഞു. അപ്പൊ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ക്രീഡിക്കണ കണ്ടപ്പോ ഈ താപസനും സൗഭരി മഹർഷിക്ക് ഈ മൈഥുന ധർമ്മത്തെ എത്ര സുഖമായിട്ട് അയാൾ ആ മത്സ്യം ജീവിക്കണം അതുപോലെ ജീവിക്കണമെന്ന് മോഹം ജനിച്ചു. അതാണ് എത്ര വിരക്തനായിട്ട് ലോകത്തിലിരുന്ന വിഷയസുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ജലത്തിന്റെ അടിയിൽ പോയിട്ട് തപസ് ചെയ്തത്. അപ്പൊ അതിനേക്കാളും കാമുണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്ന് മോഹമായി. എന്നിട്ട് മാന്ധാദേവന്റെ അടുത്ത് ചെന്നിട്ട് 50 കന്യകുമാരുണ്ടല്ലോ, ഒരു കന്യകയെ വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് സൗഭരി മഹർഷിയെ കണ്ടില്ലേ, ഒന്നാമത് എത്രയോ കാലമായിട്ട് ഈ വെള്ളത്തിന്റെ അടിയിൽ ജടയൊക്കെ പിടിച്ച് ഇങ്ങനെ അഴുകി അഴുകി വളരെ വിരൂപനായിട്ടിരിക്കുകയാണ്. ആ വിരൂപനായിട്ടുള്ള താപസനെ കണ്ടപ്പോ രാജാവിന് മനസ്സിലായി ഇദ്ദേഹത്തിനെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുക, ആ പെൺകുട്ടികളെ കണ്ടാൽ സമ്മതിക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹേ ബ്രാഹ്മണ അങ്ങ് തന്നെ അന്തഃപുരത്തിൽ ചെന്നോളൂ. എന്നിട്ട് അവിടെ ഏതൊരു കന്യക എന്റെ മകളിലെ ആരാണോ അങ്ങയെ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യാൻ സമ്മതിക്കുന്നത് ആ കന്യകയെ അങ്ങ് പരിഗ്രഹിച്ചോളൂ. തന്ത്രപൂർവ്വം രാജാവ് പറഞ്ഞു. അപ്പൊ സൗഭരി മഹർഷിക്ക് മനസ്സിലായി തന്റെ ഈ രൂപം കണ്ടിട്ടാണ് രാജാവ് പറഞ്ഞതെന്ന്. അങ്ങനെ അദ്ദേഹം നല്ല സുന്ദര രൂപം ധരിക്കണു. ആ കഥകളൊക്കെ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.